ഹായ് മക്കളെ, ഞാനടാ മാഹിർ സാറാണ്. ഞാൻ നമ്മൾ 2026 നീറ്റ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തുടക്കം മുതൽ തന്നെ നീറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് മക്കളെ മെൻറ്ററിൻ്റെ കൂടെയാണ്, മമ്പാട് മെൻറ്ററിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ചാപ്റ്റർ +1 ഫിസിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്ററിൻ്റെ എല്ലാ ടൈപ്പും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് വരാൻ പോകുന്ന വർഷങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസുകളായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് സോൾവ് ചെയ്യുന്നത്. സോ നീറ്റ് എക്സാം എന്ന് കരുതി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യും, വളരെ പേടി സ്വപ്നം, അതായത് നീറ്റ് ആയിക്കോട്ടെ കീം ആയിക്കോട്ടെ, വളരെ പേടിച്ചിട്ടുള്ള ഒരു സാധനങ്ങളായിരുന്നു മക്കളെ ഈ നീറ്റ് എക്സാമും അതുപോലെ തന്നെ കീമൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ എന്താ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾക്ക് അറിയണം, ഏതാനും ചില ഐഡിയ കിട്ടും നിങ്ങൾക്ക് അല്ലേ. നമ്മൾ +1 ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, യൂണിറ്റ് മെഷർമെന്റും മോഷൻ സ്ട്രൈറ്റ് ലൈനും ഒക്കെ. സോ അതേ ലെവല് അതേ സെയിം ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇവിടെ ഉള്ളത്. സോ ഞാൻ ചെയ്യുന്ന സമയത്ത് മക്കളെ നിങ്ങൾക്ക് കിട്ടും, ഐഡിയ കിട്ടും അത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം തന്നെടാ ഏറ്റവും കൂടുതൽ ഈ ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ 1-2 മാർക്കിനൊക്കെ ചോദിക്കുന്ന, അതായത് 1-2 ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് മെഷർമെന്റ്. ഓക്കെ അല്ലേടാ? അല്ലേ, ഫോഴ്സ്, വെലോസിറ്റി അല്ലേ, ഫോഴ്സ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട് അല്ലേ. ആസ് ദ ഫണ്ടമെന്റൽ കോൺ യൂണിറ്റ് ദെൻ ദ ഡയമെൻഷൻ ഓഫ് മാസ് അല്ലേ. അപ്പോൾ മക്കളെ ഇവിടെ എന്തുണ്ടായാലും നമുക്ക് ഫോഴ്സും വെലോസിറ്റിയും ടൈമും നേരത്തെ അതേ ക്വസ്റ്റ്യൻ അതുള്ളത് അല്ലേ. ഫോഴ്സും വെലോസിറ്റിയും ടൈമും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം മക്കളെ, മാസിന്റെ ഡയമെൻഷൻ ഇതിൽ ആരാണോ നോക്കുക, ചെക്ക് ചെയ്യണം. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു മക്കളെ. ഞാൻ എന്ത് ചെയ്തു, ഫോഴ്സിന്റെ എന്താ mlt⁻², പിന്നെ ഇൻറ്റു വി എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലടാ LT⁻⁻1 ഇൻറ്റു മക്കളെ പിന്നെ ആരടാ T⁻⁻1. നമുക്കിതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഡയമെൻഷൻ ഓഫ് മാസിന്റെ ഡയമെൻഷൻ എന്താടാ, എം തന്നെയല്ലേ. മാസിന്റെ ഡയമെൻഷൻ എന്താ, എം തന്നെ. ക്ലിയർ ആണോ? സോ mlt⁻² ഇൻറ്റു LT⁻⁻1 ഇൻറ്റു T⁻⁻1. ഓക്കെ അല്ലേടാ? സോ ഇവിടെ ചെയ്ത് നോക്കാം, mlt⁻², പിന്നെ എന്താ എൽ ഉണ്ട്, പിന്നെ T⁻⁻1 ഇൻറ്റു T⁻⁻1 അല്ലേ. A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞ ഫോർമാറ്റ് അല്ലേ. അപ്പൊ എന്ത് വരടാ, A⁻m+n. ക്ലിയർ ആണോ? സോ T⁻−1 ഉണ്ട് +-1. ക്ലിയർ ആണോ? സോ -1 പ്ലസ് മൈനസ് എന്താ, -1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടാ, -2 എന്നല്ലേ കിട്ടുക. സോ അവിടെ എന്തിനും T⁻². ക്ലിയർ ആണോടാ? സോ എം അതേമാതിരിക്കുണ്ട്, L ഇൻറ്റു L എന്താ L² ആണ്, T⁻². സോ ഒന്നാമത്തെ ഓപ്ഷൻ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടിയതാ, ml² T⁻². പറ്റുമോ? പറ്റൂല. നമുക്ക് ആരെ മാത്രം കിട്ടിയാൽ മതി, എം മാത്രം കിട്ടിയാൽ മതി. സോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കടാ, ശ്രദ്ധിക്ക്. ഓക്കെ അല്ലേടാ? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കോട്ടോ. സോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കോടാ, എഫ് അല്ലേ. എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലടാ mlt⁻² ഇൻറ്റു മക്കളെ വി എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലടാ, ഡയമെൻഷൻ എന്താടാ LT⁻⁻1 ഇൻറ്റു മക്കളെ പിന്നെ ആരുണ്ടടാ T⁻⁻2. ഓക്കെ അല്ലേ? സോ ഫോഴ്സ് മക്കളെ ഇതായിരിക്കും എഴുതി mlt⁻² ഇൻറ്റു മക്കളെ ഇവിടെ ആരുണ്ടടാ L ഉണ്ട്. ക്ലിയർ ആണോ? പിന്നെ -1 +-2. അപ്പോൾ മക്കൾ ഇവിടെ എന്ത് വരടാ, ശ്രദ്ധിക്ക്, എല്ലാ അതേവർക്ക് എഴുതി -1 +-2. സോ നമുക്ക് എന്ത് കിട്ടൂടാ, -3. ഓക്കെ അല്ലേ? സോ നോക്കിക്കോ, ml അല്ലേ, T⁻² ഇൻറ്റു T⁻L² ഉണ്ട് കേട്ടോടാ. L ഇൻറ്റു L² അല്ലടാ, T⁻² ഇൻറ്റു T⁻3. അപ്പോൾ എന്ത് വരടാ, T⁻−5. അതാണ് നമുക്ക് വേണ്ടത്, അല്ലല്ലോടാ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്തു, തെറ്റാണ്. സോ ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. റെഡിയാണോ? സോ ഫസ്റ്റ് ചെയ്യുമ്പോൾ മക്കളെ കുറച്ചൊക്കെ എന്താണ് സമയം പിടിക്കും, പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഏകദേശം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ അല്ലേടാ? സോ ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കട്ടോടാ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. റെഡിയാണോ? സോ എഫ് എന്ന് പറഞ്ഞാ എം ആണ്, mlt⁻². ഫോഴ്സ് എന്ന് പറഞ്ഞ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലടാ. സോ mlt⁻². പിന്നെ മക്കൾ ഇവിടെ ആരാടാ, V⁻−1 ആണ്. സോ വി എന്ന് പറഞ്ഞ മക്കളെ ആരാടാ, വെലോസിറ്റി അല്ലേ, LT⁻⁻1. റെഡിയാണോ? പിന്നെ എന്തിനാടാ, whole⁻⁻1 ഇൻറ്റു പിന്നെ ആരാ മക്കളെ, T⁻⁻1. ഓക്കെ അല്ലേ? സോ മക്കളെ എന്ത് വരടാ, ml T⁻⁻2 ഇൻറ്റു മക്കളെ L⁻⁻1 എന്ന് പറഞ്ഞ എന്താണ്, L⁻⁻1 അല്ലേ. പിന്നെ ആരുണ്ടടാ, T⁻1 വരിക.
ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ആരുണ്ടടാ ടി റൈസ് ടു -1 ഉണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മക്കളെ. സോ നോക്കിക്കോ, ഇനിയാണ് നമ്മുടെ പരിപാടി. സോ ഈ ടി റൈസ് ടു -1ഉം ഈ ടി റൈസ് ടു 1ഉം ക്യാൻസൽ ആയില്ലേ? പിന്നെ മക്കൾ ഇവിടെ ആരുണ്ടടാ ഈ എൽ റൈസ് ടു -1ഉം ഈ എല്ലും ക്യാൻസൽ ആയില്ലേ? പിന്നെ ഇവിടെ ആരുള്ളതടാ എം ടി റൈസ് ടു -2 ആണ്. അതാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലല്ലോ? സോ നമുക്ക് വെറും എം മാത്രമാണ് കിട്ടേണ്ടത്. ക്ലിയർ ആണോടാ? സോ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കോടാ. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കോ. സോ നാലാമത്തെ ഓപ്ഷൻ നോക്കിയിട്ടോടാ. എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ് ml ടി റൈസ് ടു -2 ഇൻറ്റു മക്കളെ വി എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലടാ എൽ ടി റൈസ് ടു -1. ഓക്കെ അല്ലേ? എൽ ടി റൈസ് ടു -1 ഇൻറ്റു പിന്നെ മക്കളെ ഹോൾ റൈസ് ടു -1 കേട്ടോടാ, ഹോൾ റൈസ് ടു -1. ഓക്കെ അല്ലേ? പിന്നെ ആരാ മക്കളെ ടി തന്നെയാണ് കേട്ടോ. സോ ഡയമെൻഷൻ എന്തിടാ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു എടാ എൽ റൈസ് ടു -1 വരിക. ക്ലിയർ ആണോ? ടി റൈസ് ടു 1 ഇൻറ്റു മക്കൾ ആരുണ്ടടാ ടി ഉണ്ട്. ക്ലിയർ ആണോടാ? സോ ഇനി നോക്കിക്കോട്ടെ, ശ്രദ്ധിക്കടാ. സോ ഇവിടെ ഈ ടി റൈസ് ടു -1ഉം ടി റൈസ് ടു -2ഉം ഈ ടി റൈസ് ടു 1ഉം ക്യാൻസൽ ആവും. ഓക്കെ അല്ലേ? ഈ എല്ലും ക്യാൻസൽ ആവും, ഈ ടിയും ക്യാൻസൽ ആവൂലേ? സോ ഡയമെൻഷൻ ആര് മാത്രമുള്ളടാ എം തന്നെയല്ലേ? സോ ഉത്തരം ഏതായിരിക്കും മക്കളെ? ഡി ആണ് ഉണ്ടാവുക. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും എക്സാക്ട്ലി എന്താടാ സെയിം ആണ്. ഓക്കെ അല്ലേ? പക്ഷെ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ഡിഫറെൻറ്റ് അല്ലേ? കോൺസെപ്റ്റ് എന്താ സെയിം, പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ് വാല്യൂസുകൾ അല്ലേ? ജസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഐഡിയ കിട്ടിയോടാ? ഐഡിയ കിട്ടിയോ? സോ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ, ശ്രദ്ധിച്ച്. സോ ഈ ഒരു മോഡൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കട്ടോ. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്താ മക്കളെ? ഡി ആയിട്ട് ഓപ്ഷൻ. ക്ലിയർ ആണോടാ? സോ ഇനി നെക്സ്റ്റ് ആണ് നോക്കിക്കോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. So in an experiment, the four quantity A, B, C, D are measured with percentage error 1%, 2%, 3%, 4% respectively. So the quantity is P is calculated as follow. മക്കളെ ഇത് ആക്ച്വലി എറർ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതിന്റെ മെത്തേഡ് എങ്ങനെ നോക്കാം. റെഡി ആണോടാ? സോ നോക്കിക്കോ. P ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താടാ? P ഈക്വൽ ടു A ക്യൂബ് B സ്ക്വയർ ഡിവൈഡഡ് ബൈ CD. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമ്മൾ എറർ എങ്ങനെ ഫോളോ ചെയ്യാം, എങ്ങനെയാണ് ആ പിന്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കോ. സോ പി ഈക്വൽ ടു മക്കളെ എ ക്യൂബ് നിങ്ങൾ എന്ത് ചെയ്താ 3a എന്ന് എഴുതാ പ്ലസ് അല്ലെ? പ്ലസ് ഇടണം, ഒരിക്കലും ഇൻറ്റു അല്ല. ഡിവിഷൻ ആയിക്കോട്ടെ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ഇടേണ്ടത്. ക്ലിയർ ആണോടാ? സോ 2b പ്ലസ് പിന്നെ മക്കളെ അടുത്ത ആരാടാ? സി അല്ലേ? പ്ലസ് പിന്നെ ആരാടാ? ഡി. ഈ ഒരു ഫോർമാറ്റിനെ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് എഴുതി കഴിഞ്ഞാലുള്ള മക്കളെ ഈ പി എന്ന് പറഞ്ഞ പെർസെൻറ്റേജിന്റെ എറർ കണ്ടെത്താം. പി എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എറർ കണ്ടെത്താൻ പറ്റുള്ളൂ. സോ മക്കളെ നോക്കിക്കോ. പി ഈക്വൽ ടു 3 ഇൻറ്റു എടാ എ എത്രടാ? 1 പ്ലസ് ബി എത്രടാ? 2 ഇൻറ്റു 2 പ്ലസ് സി എന്ന് പറഞ്ഞ മക്കൾ എന്താണ്? 3 ആണ് പ്ലസ് ഡി എത്രടാ? 4 ആണ്. ക്ലിയർ ആണോ? സോ പി ഈക്വൽ ടു 3 ഇൻറ്റു 1 എത്രടാ? 3 പ്ലസ് 2 ഇൻറ്റു 2 എത്രടാ? 4 പ്ലസ് 3 പ്ലസ് 4. ക്ലിയർ ആണോ? സോ മക്കളെ 4ഉം 4 എത്രടാ? 8 ആണ്. 8ന്റെ കൂടെ എന്തുണ്ടടാ? 6 ഉണ്ട്. സോ ഉത്തരം എന്ത് വരടാ? ജസ്റ്റ് 14 എന്ന് വരും അല്ലേ? 14% എന്ന് വരും. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ഏതാ മക്കളെ? എ ആയിരിക്കും ഓപ്ഷൻ വരിക. ഐഡിയ കിട്ടിയോ? സോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എററിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ആ ഇക്വേഷൻ്റെ പവറുകളൊക്കെ നിങ്ങൾ എന്താണ് ആഡ് ചെയ്യണം അല്ലേ? ജസ്റ്റ് ഇങ്ങനെ 3a ക്യൂബ് അല്ലെങ്കിൽ ബി സ്ക്വയർ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3a പ്ലസ് 2b പ്ലസ് c പ്ലസ് d ഈ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ ആക്കി മാറ്റണം. ക്ലിയർ ആണോടാ? ഐഡിയ കിട്ടിയോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ, നോക്കിക്കോ. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് ഇത്. ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയാൽ മതി. റെഡി ആണോ? സോ ഇവിടെ എന്താ ചോദിച്ചത്? ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് മാസ് സ്പീഡ് 2% and 3% റെസ്പെക്റ്റീവ്ലി. ദ എറർ ഇൻ ദ കൈനറ്റിക് എനർജി ഒബ്റ്റെയിൻഡ് ദ മെഷറിംഗ് മാസ് ആൻഡ് സ്പീഡ്. മാസിന്റെയും സ്പീഡിന്റെയും മാത്രമാണ് നമ്മൾ ചോദിച്ചത്. റെഡി ആണോ? സോ നോക്കിക്കോ, നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താടാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ
റെഡി ആണോടാ? സോ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യടാ, എമ്മിൻ്റെ അല്ലേ, എമ്മിൻ്റെ പെർസെൻറ്റേജ് എത്രടാ 2 പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞ മക്കൾ എന്താണ് 2v അല്ലേ ഇതെൻ്റെത്. സോ 2 പ്ലസ് 2 ഇൻറ്റു വി എന്ന് പറഞ്ഞ അതിൻ്റെ ഇതെത്ര നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് 3% തന്നിട്ടുണ്ട്. സോ മക്കൾ എന്ത് വരടാ 2 പ്ലസ് 2 ഇൻറ്റു 3 എത്രടാ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരടാ 8%. സോ ഓപ്ഷൻ ഏതാടാ സി ആ വരിക. ക്ലിയർ ആണോടാ? ഐഡിയ കിട്ടിയോ? കോൺസെപ്റ്റ് ഓക്കെ ആണോ? റെഡി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച അതേ കോൺസെപ്റ്റ് പി ഈക്വൽ ടു എ ക്യൂ ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി ഡി എന്ന് പറഞ്ഞ അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ വേറൊരു രൂപത്തിലാണ് മക്കളെ കൈനറ്റിക് എന്ന് ചെന്നത്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പഠിച്ച അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. So next question നോക്കിക്കോ. Taking an account of the significant figure, what is the value of 9.99 minus 0.0099? ഓക്കെ അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾ എന്ത് നോക്കുക, ജസ്റ്റ് മൈനസ് ചെയ്യൊന്നും വേണ്ട, ട്രിക്ക് ഉണ്ട്, ഐഡിയ ഉണ്ട്. നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് +1 അല്ലേ? സോ മക്കളെ ശ്രദ്ധിക്കാം, നിങ്ങളൊരു മൈനസ് അല്ലേ, ഈ പോയിന്റ് അഥവാ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലൊക്കെ ഉത്തരം എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കുക, മൈനസോ പ്ലസ്സോ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് എടുക്കുക, അതായിരിക്കും ഉത്തരം വരിക. റെഡിയാണോ? എന്താണ് പറഞ്ഞത്? മൈനസോ പ്ലസ്സോ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ക്ലിയർ ആണോടാ? സോ മക്കളെ നോക്കിക്കോട്ടോടാ, ഇവിടുത്തെ ഡെസിമൽ പ്ലേസ് എത്രടാ? ഇവിടുത്തെ ഡെസിമൽ പ്ലേസ് എത്രയായിരിക്കും മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡെസിമൽ പ്ലേസ് എത്രടാ? 2 അല്ലേ? 9.99 ഡെസിമൽ പ്ലേസ് എത്ര? 2 അല്ലടാ. ഇതിൻ്റെ എത്ര മക്കളെ? 4 അല്ലേ? ഐഡിയ കിട്ടിയോ? സോ ഉത്തരം എന്തായിരിക്കണം മക്കളെ? ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ആയിരിക്കണം. സോ ഇതിൽ മക്കളെ ഏതായിരിക്കടാ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ്? ഇതിലെത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 3. ഇതിലെത്ര ഉണ്ടടാ? 4. ഇതിലെത്ര ഉണ്ട്? 1. അപ്പോൾ ഓപ്ഷൻ എയിൽ എത്ര ഉണ്ടായിരിക്കോടാ? യെസ്, 2 ഡെസിമൽ പ്ലേസ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. സബ്സ്ട്രാക്ഷനോ അഡീഷനോ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എങ്ങനെ കണ്ടെത്തണടാ? ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് എടുക്കണം. ഇനി മൾട്ടിപ്ലിക്കേഷനോ അതോ ഡിവിഷനോ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണടാ? ജസ്റ്റ് നേരെ റിവേഴ്സ് ചെയ്യണം. എങ്ങനെ? ഡെസിമൽ പ്ലേസിൽ അവിടെ നോക്കാം. അവിടെ എന്താ നോക്കണം? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കണം. ഓക്കെ അല്ലേടാ? സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആരാണോ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം ഇങ്ങനെ 9.9 ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കരുതിക്കോ. ഇപ്പം 9.99 ഇൻറ്റു 0.0099. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ, അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണടാ? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയി കഴിഞ്ഞാൽ എന്താ? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സോ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടടാ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടടാ? ജസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇത് 9 ആട്ടോടാ, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സോ ഉത്തരം എന്തായിരിക്കണം മക്കളെ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലായിരിക്കണം. ഓക്കെ അല്ലടാ? ഇതാണ് ഇത്തെ കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ആയിക്കഴിഞ്ഞാൽ, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ? ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കുക. ഇനി അഡീഷനോ അഥവാ സബ്സ്ട്രാക്ഷനോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെസിമൽ പ്ലേസ് ആണ് നോക്കേണ്ടത്. ക്ലിയർ ആണോടാ? ഐഡിയ കിട്ടിയോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഡയമെൻഷൻ ഓഫ് half epsilon 0 e square, where E0 is the permittivity of free space and E is the electric field. Okay അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മക്കൾ ആദ്യം എന്ത് ചെയ്യുക? എപ്സിലോൺ 0ൻ്റെ ഡയമെൻഷൻ ഒക്കെ അറിയണം. ഓക്കെ അല്ലേ? എടാ എപ്സിലോൺ 0ൻ്റെ ഡയമെൻഷനുകൾ +2 പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? സോ എന്താ ഡയമെൻഷൻ മക്കൾ എത്ര ഉള്ളൂ? m-1 l⁻³ t⁻⁴ a². സോ ഇതാണ് മക്കളെ എപ്സിലോൺ 0ൻ്റെ ഡയമെൻഷൻ. ഇനി നമുക്ക് ഇ എന്ന് പറഞ്ഞാൽ ആരാടാ? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ കണ്ടെത്തണം. സോ മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ഡയമെൻഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ചാർജ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിച്ചു സാറേ ചാർജിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടെത്തുക? എടാ ചാർജ് Q ഈസ് ഈക്വൽ ടു, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് I ഈസ് ഈക്വൽ ടു Q/T എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? I ഈസ് ഈക്വൽ ടു എന്താടാ? Q/T എന്ന് പറഞ്ഞ റിലേഷൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? I ഈസ് ഈക്വൽ ടു Q/T. സോ Q ഈസ് ഈക്വൽ ടു മക്കൾ എന്ത് പറയടാ? I ഇൻറ്റു T എന്ന് പറയും. ഓക്കെ അല്ലേ? സോ Q ഈസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞ മക്കൾ എന്താടാ? ആംബിയർ ആണ്. അതിൻ്റെ ഡയമെൻഷൻ എന്താ? A തന്നെയാണ്. ക്ലിയർ ആണോ? ഇൻറ്റു ടീൻ്റെ ഡയമെൻഷൻ എന്താടാ? T. സോ Qൻ്റെ ഡയമെൻഷൻ എന്താ മക്കളെ? AT ആണ് കിട്ടുക. ക്ലിയർ ആണോടാ? സോ അപ്പം ജസ്റ്റ് ക്യൂയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടെത്തി. ഇനി ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തേണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയടാ? ml(t⁻²) ഡിവൈഡ് ബൈ എടാ ക്യൂവിൻ്റെ ഡയമെൻഷൻ ആരടാ? AT അല്ലടാ? സോ A ഇൻറ്റു T.
ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സോ ഈ ടിയും മേലെ കയറി, എയും മേലെ കയറി. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു MLT⁻². പിന്നെ മക്കളെ എ മേലെ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരിട്ടിട്ട്. സോ ഈ T⁻⁻1 മേലെ കയറി കഴിഞ്ഞാൽ മക്കളെ എന്ത് വരുടാ? ടോട്ടൽ അവിടെ ടി എന്ത് വരും? T⁻³ എന്ന് വരും. എ മേലെ കയറി കഴിഞ്ഞാൽ എന്ത് വരുടാ? A⁻⁻1. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? സോ ε0 ഡയമെൻഷനായി, ഇന്റെ ഡയമെൻഷനായി. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എന്ത് ചെയ്യടാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? സോ ദ ഡയമെൻഷൻ ഓഫ് ഹാഫിന്റെ ഡയമെൻഷൻ എന്താടാ? ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ മക്കളെ? ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോടാ? ഇല്ല. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ε0 ഡയമെൻഷൻ എന്താടാ? m-1 L-3 T⁻⁴ A² ഇൻറ്റു അല്ലേ? ഇൻറ്റു പിന്നെ മക്കളെ ഡയമെൻഷൻ ഓഫ് ആരെ മക്കൾ ഉണ്ടാവുക? പിന്നെ E² അല്ലടാ. ഈയുടെ ഡയമെൻഷൻ മക്കാർ എന്താടാ? ഈയുടെ ഡയമെൻഷൻ എന്താണ്? MLT⁻³ A⁻⁻1. ഓക്കെ അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണടാ? സ്ക്വയർ ചെയ്യണം. കാരണം E² ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പൊ നിങ്ങൾ സ്ക്വയർ ചെയ്യണം. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കണം m-1 L⁻³ T⁻⁴ A² ഇൻറ്റു അല്ലേ? m ഇൻറ്റു 2 എന്ന് പറയുന്നതാ m⁻² വരൂലേ? പിന്നെന്താടാ? L⁻² വരും. T⁻⁻6 എന്ന് വരും. പിന്നെന്താടാ? A⁻⁻1 ഇൻറ്റു 2 എത്രടാ? -2. റെഡി ആണോടാ? ആ സ്ക്വയർ എല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ ഇങ്ങോട്ട് നോക്കിക്കോട്ടെടാ. ഈ m⁻⁻1 ഈ m² ക്യാൻസൽ ചെയ്തു. സോ മക്കൾ എന്ത് വരടാ? m⁻1 എന്ന് വരും അല്ലേ? m⁻1 എന്ന് വരും. ഓക്കെ അല്ലേ? ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ എന്തോക്കടാ? L നോക്കാം അല്ലേ? L എവിടെയൊക്കെ ഉണ്ട്? L ഇവിടെ ഒരു L ഉണ്ട് അല്ലേ? L⁻³ ഉണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് L² ഉണ്ട്. സോ ആ L-നെ എടുത്ത് നമുക്ക് എന്ത് കിട്ടൂടാ? L⁻³ ഇൻറ്റു L² എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് വരടാ? L⁻⁻1 എന്ന് വരും. ക്ലിയർ ആണോ? സോ ഇനി ഓപ്ഷൻ നോക്കട്ടോ. ഓപ്ഷൻ നോക്കുക. ഇനി നമ്മളെ ഓപ്ഷൻ നോക്കണ്ട കേട്ടോ. ML⁻² അല്ലേ? M ഉണ്ട്, L⁻⁻1 ഉണ്ട്. സോ ഇവിടെ പറ്റുമോ? പറ്റൂല. ഇവിടെ ML² ഉണ്ട്. പിന്നെ ഇവിടെ ML-1 അല്ല, ML+1 അല്ല അവിടെ. സോ ഓപ്ഷൻ ഏതാ മക്കളെ? ബി. കാരണം നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, L⁻⁻1 ഓർത്താൽ മതി അല്ലേ? നിങ്ങൾ നോക്കി പിന്നെ A A⁻². ഇവിടെ എന്താണ് A⁻²? അത് ക്യാൻസൽ ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓപ്ഷനിലേക്ക് വരണം. ഐഡിയ കിട്ടിയോ അല്ലേ? L⁻⁻1 ഒറ്റടിക്ക് ബി ഉത്തരം കുത്താം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. നോക്കിക്കോ. The ratio of Planck's constant to that of moment of inertia. ഓക്കെ അല്ലേ? Planck's constant നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നോട് പറയരുത്. കാരണം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. +1 കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് കണ്ടെത്താം മക്കളെ. E ഈസ് ഈക്വൽ ടു, സോ നോക്കിക്കോടാ. ഓക്കെ അല്ലേടാ? E ഈസ് ഈക്വൽ ടു H⁻ അല്ലേ? ഓക്കെ അല്ലേ? E എന്ന് പറഞ്ഞ മക്കളെ നമുക്കറിയും. സോ ഈ എനർജിയാണ് ഡിവൈഡ് ബൈ ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ് ഈക്വൽ ടു H. ഓക്കെ അല്ലേ? സോ എനർജിയുടെ ഡയമെൻഷൻ ML² T⁻⁻2 ഡിവൈഡ് ബൈ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്താ മക്കളെ? T⁻⁻1. ഓക്കെ അല്ലേ മക്കളെ? ഈ T⁻⁻1ഉം ഈ T⁻⁻2 ക്യാൻസൽ ആയില്ലേ? സോ അങ്ങനെയാണ് മക്കളെ H-ന്റെ ഡയമെൻഷൻ. അപ്പം എന്ത് വരടാ? M അല്ലേ? L² അതേ മരിക്കുന്നുണ്ട്. പിന്നെ T⁻⁻1. ഇതാണ് മക്കളെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ. റെഡി ആണോ? അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറയടാ. നെക്സ്റ്റ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ? സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മള് +1 റൊട്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ മക്കളെ അതെന്താ? I = mr². ഓക്കെ അല്ലേ? M എന്ന് പറഞ്ഞാൽ എന്താ? മാസ്. R എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ്. ആക്ച്വലി എന്താണ്? ലെങ്ത് അല്ലേ? സോ I = m R² അല്ലടാ. അപ്പൊ R എന്താ? ജസ്റ്റ് L² അല്ലേ? സോ L². അപ്പൊ നമുക്കിപ്പോ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ കിട്ടി, മൂവ്മെന്റ് ഓഫ് ഇനീഷ്യൽ ഡയമെൻഷൻ കിട്ടി. ഇനി ജസ്റ്റ് എന്താ ഡിവൈഡ് ചെയ്താൽ അല്ലേ? കാരണം റേഷ്യോ ആണ് ചോദിച്ചത് അല്ലേ? റേഷ്യോ മീൻസ് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? എടാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ടു മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ആദ്യം മേലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പിന്നെ അടിയിൽ ആരുണ്ടടാ? മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. സോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താടാ? ML² T⁻⁻1 ഡിവൈഡഡ് ബൈ മക്കൾ എന്താടാ? ML² അല്ലേ? ഈ M കട്ട് ചെയ്തു, L² കട്ട്. പിന്നെ ഇവിടെ ആരടാ? T⁻⁻1 അല്ലടാ. അപ്പൊ T⁻⁻1 ആർക്കാ നമ്മൾ എടുത്തത് അല്ലേ? ഫ്രീക്വൻസിക്ക് അല്ലേ? സോ ഓപ്ഷനിൽ ഫ്രീക്വൻസി ഉണ്ടോ? ഉണ്ട്. മണ്ടേ കയറിയിട്ട് ടൈം കുത്തിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റുണ്ടോ മക്കളെ? T⁻⁻1 ഡയമെൻഷന്. T⁻⁻1 ആണ് നമ്മുടെ ഡയമെൻഷൻ. റെഡിയാണോ? എടാ T⁻⁻1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരാടാ? ഫ്രീക്വൻസി ആണ്.
ഐഡിയ കിട്ടിയടാ? കോൺസെപ്റ്റ് ഓക്കെ ആണോ? റെഡി ആണോടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ്, എടാ ക്വസ്റ്റ്യൻ നോക്കിട്ടോ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡയമെൻഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ കുട്ടികൾ പലപ്പോഴും ഈ ഒരു ഉത്തരത്തിന് നിങ്ങൾ ഡയറക്റ്റ് റിഫ്രാക്ട് ഇൻഡെക്സും പോയിസൺസ് റേഷ്യോ ഒക്കെ കുത്തും. പക്ഷെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നോക്കുക, ഡയമെൻഷണൽ ഉള്ള കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ? എന്താ ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റ് അല്ലേ? സോ ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റ് ആരായിരിക്കും മക്കളെ? സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. ആരാണടാ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഡയമെൻഷൻ എന്താ മക്കളെ? ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കും മക്കളെ? m-1 L³ T⁻². റെഡി ആണോ? m-1 L³ T⁻². ഇതാണ് മക്കളെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ. ഓക്കെ അല്ലേ? സോ ഈ റിഫ്രാക്റ്റിംഗ് ഇൻഡെക്സിന്റെ ഡയമെൻഷൻ അല്ല, പോയിസൺ റേഷ്യോ ഡയമെൻഷൻ അല്ല, റിലേറ്റീവ് ഡെൻസിറ്റി ഡയമെൻഷൻ അല്ല. ഓക്കെ അല്ലേ? വേറൊരു ആൾ കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. ഏതാ നിങ്ങൾക്ക് അറിയോ? സ്ട്രെയിനിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ അല്ലേടാ? പിന്നെ പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിൾ ഒക്കെ ജസ്റ്റ് യൂണിറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല, ഡയമെൻഷൻ അല്ല കേട്ടോ. ഓക്കെ റെഡി ആണോ? സോ നെക്സ്റ്റ് നോക്കിക്കോല്ലോ മക്കളെ, നോക്കിക്കോ. ദ ഫോഴ്സ്, വെലോസിറ്റി, ടൈം ആർ ടേക്കൺ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്, ദെൻ ദ ഡയമെൻഷൻ ഓഫ് മാസ് ആർ. ഇതുവരെ ചെയ്തതല്ല നമ്മൾ അല്ലേ? റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് അല്ലേ? അന്ന് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തു, ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഡയമെൻഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സോ അതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. റെഡിയാണോ? അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള അതേ മെത്തേഡും അതേ പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഓക്കെ അല്ലേ? സോ അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഡെൻസിറ്റി ഓഫ് ക്യൂബ് ഈസ് മെഷർഡ് ഇൻ ദ മെഷറിംഗ് ഓഫ് ദ മാസ് ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് if the maximum error in the measurement of mass and length തന്നിട്ടുണ്ട്. The maximum error in the measurement of density ആണ് നമ്മൾ ചോദിക്കുന്നത്. ക്ലിയർ ആണോടാ? സോ ഈ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് മാറ്റണം കേട്ടോ മക്കളെ. ഈ ലെങ്ത്തിന്റെ പകരം എന്ത് ചെയ്യുക, അതിന്റെ വോളിയം ആണെന്ന് അവിടെ എഴുതണം കേട്ടോടാ. എന്താടാ? വോളിയം. ഓക്കെ അല്ലേ? ആ ലെങ്ത്തിന്റെ പകരം എന്താണ്? വോളിയം ആണ് നോക്കുക. ഓക്കെ അല്ലേ? ഇഫ് ദ മാക്സിമം എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് മാസ് ആൻഡ് വോളിയം. ഓക്കെ അല്ലേ? are 4% and 3% respectively if the maximum error in the density. Density equation എന്താ മക്കളെ? Density is equal to mass divided by volume. Okay അല്ലേ? സോ ഇത് ആരെ മെത്തേഡാ? ഇത് ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുക? നേരത്തെ നമ്മൾ കൈനറ്റിക് എനർജി ചെയ്തില്ലേ അല്ലേ? കൈനറ്റിക് എനർജി ചെയ്തില്ലേ? അതുപോലെ തന്നെ P is equal to A³ B² divided by CD എന്ന് ചെയ്തില്ലേ? അതേ പാറ്റേൺ എടുത്ത് ചെയ്തടാ. പറഞ്ഞ കൂടെ തന്നെ പറയടാ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് M പ്ലസ് അല്ലേ? പിന്നെ വോളിയം എന്താ മക്കളെ? V അല്ലേ? സോ ഡെൻസിറ്റി is equal to പെർസെന്റേജ് ഓഫ് മാസ് എത്രടാ? പെർസെന്റേജ് ഓഫ് മാസ് എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ? 4% അല്ലേ? പ്ലസ് വോളിയം എന്ന് പറഞ്ഞ മക്കൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്? 3% തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ? 7% എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഉത്തരം എന്താ മക്കളെ? 7%. ഓക്കെ അല്ലേടാ? കൺഫ്യൂഷൻ ഉണ്ടോ? റെഡി അല്ലേടാ? സോ നോക്കിക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. Identify the pair of physical quantity which have different dimension. Okay അല്ലേ? ഡയറക്റ്റ് ഉത്തരം മക്കളെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ലാറ്റന്റ് ഹീറ്റ്. ഓക്കെ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 ഓക്കെ യൂണിറ്റ് മെഷർമെന്റ് ഡയമെൻഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് അല്ലേ? നോട്ട് എ ഡയമെൻഷനലെസ് ക്വാണ്ടിറ്റി. റെഡി ആണോ? ഡയമെൻഷനലെസ് ക്വാണ്ടിറ്റി നോട്ട് ചോദിക്കുന്നത് ക്വസ്റ്റ്യന്. നോട്ട് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതിന്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെന്തുണ്ടടാ? ഡയമെൻഷൻ ഉണ്ട്. ക്ലിയർ ആണോ? സോ മക്കളെ റിലേറ്റീവ് ഇതിനില്ല. ഓക്കെ അല്ലേ? പവർ ഫാക്ടർ ഡയമെൻഷൻ ഇല്ല, ക്വാളിറ്റി ഫാക്ടർ ഇല്ല. പിന്നെ ആരാ മക്കളെ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0 പഠിക്കും. +1 മൂവിങ് ചാർജ് മാഗ്നറ്റിക്സിൽ നിങ്ങൾ പഠിക്കും. ക്ലിയർ ആണോ? സോ ഇവിടെ എന്തിനാ? ഡയമെൻഷൻ ഉണ്ട് കേട്ടോ. നോട്ട് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുണ്ടടാ? ഡയമെൻഷൻ ഉണ്ടാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? ഡയമെൻഷൻ ഇല്ല എന്ന് കരുതരുത്. നോട്ട് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഉത്തരം പെട്ടെന്ന് അറിയും, പക്ഷെ എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ നമ്മൾ ഡയറക്റ്റ് ആ സ്പോട്ടിൽ വായിച്ച് ഡയറക്റ്റ് ഉത്തരം കുത്തും. ഉത്തരം തെറ്റായിരിക്കും. റെഡി ആണോ? സോ അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക, അതിനുശേഷം മാത്രമേ ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ പ്രഷർ ഗ്രേഡിയന്റ്, എനർജി ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, ലാറ്റന്റ് ഹീറ്റ്. ഓക്കെ അല്ലേ? 2023 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ, നമുക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ ഗ്രേഡിയന്റ് അല്ലേ? ഇപ്പൊ മക്കളെ എനർജി ഗ്രേഡിയന്റ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ വോളിയം ഗ്രേഡിയന്റ് ആയിക്കോട്ടെ, എന്ത് ഗ്രേഡിയന്റ് ആയിക്കോട്ടെ, അപ്പൊ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? എടാ പ്രഷറിന്റെ ഇക്വേഷൻ എന്താടാ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? എടാ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താടാ? ml T⁻² ഡിവൈഡ് ബൈ ഏരിയ എന്താടാ? L². ഇതൊന്നും കട്ട് ചെയ്ത് അപ്പൊ എന്ത് കിട്ടൂടാ? ml⁻⁻1 T⁻². സോ ഇതാണ് മക്കളെ എന്താടാ? ഡയമെൻഷൻ, പ്രഷറിന്റെ
ഡയമെൻഷൻ. ഓക്കെ അല്ലേ? സോ പ്രഷർ ഈസ് ഈക്വൽ ടു അല്ലേ, പ്രഷറാണ് നമുക്ക് കാണേണ്ടത്, അല്ല പ്രഷർ ഗ്രേഡിയൻ്റാ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം അതെന്താണ്, അതേ ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. സോ പ്രഷർ ഡിവൈഡ് ബൈ ലെങ്ത്. ഓക്കെ അല്ലേ? എടാ പ്രഷറിന്റെ ഡയമെൻഷൻ എന്താടാ, ml⁻⁻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 ⁻
മേലെ കയറി. സോ മക്കൾ എന്ത് വരടാ എം എൽ റേസ് ടു -1 ഇവിടെ എന്താണ് എൽ റേസ് ടു -1 വരും ടി റേസ് ടു -2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു -2 സോറി ഓക്കെ ഓക്കെ അല്ലേ. സോ എം അല്ലേ -1 പ്ലസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും -2 കിട്ടും. സോ എം എൽ റേസ് ടു -2 പിന്നെ ആരുടെ ടി റേസ് ടു -2. ഇതാണ് മക്കൾ ആരുടെ ഡയമെൻഷൻ പ്രഷർ ഗ്രേഡിയന്റ് ഡയമെൻഷൻ. സോ ഇനി ഓപ്ഷൻ നോക്കട്ടോ. എടാ പ്രഷർ ഗ്രേഡിയന്റ് ഫസ്റ്റത്തെ എ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. എ നേരെ 3 എന്ന് പറഞ്ഞാൽ അതെ എം എൽ റേസ് ടു -2 ടി റേസ് ടു -2 അടക്കട്ടെ. എ 3 ആണ്. ഇനി ഇവിടെ എ എന്താണ് 2 ആണ്. അത് തെറ്റാണ് അല്ലേ. ഇവിടെ എ എന്താണ് 2 ആണ്. പിന്നെ അതും തെറ്റാ. പിന്നെ ഇവിടെ ആരാണ് ബി ഓപ്ഷനിൽ എ ഈക്വൽ ടു 3 ആണ് അല്ലേ. സോ എ ശരിയാണ്. ഇനി മക്കളെ എനർജി ഡെൻസിറ്റി കൂടെ കണ്ടെത്തുക. ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ആയിക്കോട്ടെ വോളിയം ഡെൻസിറ്റി ആയിക്കോട്ടെ പ്രഷർ ഡെൻസിറ്റി ആയിക്കോട്ടെ അത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ അതിൻ്റെ എന്താ ചെയ്യുക മക്കളെ വോളിയമാണ് അത് ചെയ്യേണ്ടത്. ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ. സോ എനർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയും എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്താണ് എൽ ക്യൂബ്. ഇതും കട്ട് ചെയ്തു. പിന്നെ ഇവിടെ മക്കൾ ആരുണ്ടടാ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ഓക്കെ അല്ലേ. അടിയത്തല്ലേ മേലെ കയറി കഴിഞ്ഞാൽ എൽ റേസ് ടു -1 അല്ല വരിക. സോ ഇനി അങ്ങനെ നോക്കടാ ബി ഓപ്ഷനിൽ. സോ ഇനി മക്കളെ എയും ബിയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. റെഡി ആണോ. സോ ഇനി ബിയിൽ ഇവിടെ എന്താണ് 2 ആണ് അല്ലേ. ബിയിൽ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാടാ എം എൽ റേസ് ടു -1 ടി അല്ലേ. രണ്ടിനും ബി 2 ആണ്. അപ്പോൾ അത് പറ്റൂല. ഇനി നെക്സ്റ്റ് നോക്കടാ സി നോക്കണം അല്ലേ. സി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇനി സി നോക്കാം. എടാ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അല്ലേ. എടാ ഓർമ്മ ഉണ്ടോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ് അല്ലേ. സോ നോക്കിക്കോടാ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് നോക്കാം. സോ നമ്മൾ നേരത്തെ എഴുതാണ് കേട്ടോ. ഒന്നുകൂടി എഴുതി വെക്കാം. നോക്കിക്കോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ചാർജ്. ഓക്കെ അല്ലേ. സോ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താടാ എം എൽ ടി റേസ് ടു -2 ഡിവൈഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറ്റിയടാ ക്യൂ ബൈ ടി അല്ലേ. ക്യൂ ഈസ് ഈക്വൽ ടു എന്താ ഐ ഇൻറ്റു ടി. ഓക്കെ അല്ലേ. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഐന്റെ ഡയമെൻഷൻ എന്താ എ ടിന്റെ ഡയമെൻഷൻ ടി. സോ എന്ത് കിട്ടൂടാ എ ടി. ക്ലിയർ ആണോ. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എം ഉണ്ടടാ എൽ ഉണ്ട് പിന്നെന്താണ് എ മേലെ കയറി അല്ലെ ടിയു മേലെ കയറി ടി റേസ് ടു -1 ആ. അവിടെ ടി റേസ് ടു -3 എ റേസ് ടു -1. സോ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ മക്കളെ എം ഉണ്ട് എൽ ഉണ്ട് ടി റേസ് ടു -3 ഉണ്ട് എ റേസ് ടു -1 ഉണ്ട്. സോ സി എന്താ മക്കളെ 4 കിട്ടുക. സി 4 കിട്ടുന്ന ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ. സോ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് നോക്കണ്ട. ചില സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടും. 1 2 ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്ഷനിലേക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അഥവാ സെയിം അല്ല. ഇപ്പോൾ നിങ്ങൾ നടത്തിയ സമയത്ത് എയും ബിയും ഏകദേശം സെയിമാ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്നാമത്തെ സിയും കൂടി ചെയ്തില്ലേ. സോ അതാ പറഞ്ഞത് സെയിം ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഉത്തരം കിട്ടിയെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ അഥവാ തിന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക എ ബി സി ഒക്കെ ചെയ്തൊക്കെ അപ്പോൾ ഇതിൽ ഉത്തരം കിട്ടിയിട്ട് ഡയറക്റ്റ് ഓപ്ഷൻ കുത്തുക. ഓക്കെ അല്ലേടാ.